കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എല്ലാ ന്യൂസിലും നാഷണൽ വൈഡ് ബ്രേക്കിംഗ് ആയിട്ട് കണ്ടതാണ് സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ വൻ രീതിയിലുള്ള അക്രമം നടന്നു. സെയ്ഫ് അലി ഖാനെ ഒരാൾ കുത്തി ആൻഡ് ഹി വാനിഷ്ഡ്. 2-3 ദിവസം കഴിഞ്ഞു. പോലീസുകാർ ചുറ്റും പറന്നു. 30 ടീമായിട്ട് സ്ക്വാഡായിട്ട് തിരിഞ്ഞ് വളരെ വലിയൊരു അന്വേഷണം നടത്തി ആളെ പൊക്കുന്നു. പൊക്കി കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇല്ലീഗൽ ഇമിഗ്രൻ്റ്. ഓക്കെ, CCTV ഫുട്ടേജുകളുണ്ട്. പോലീസുകാർ ഇയാളെ ട്രാക്ക് ഡൗൺ ചെയ്തതിന് അവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ ഒരു കേസിലെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ശരിക്കും സെയ്ഫ് അലി ഖാൻ കുത്തുകൊണ്ടിട്ടുണ്ടോ? സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ ബാക്കിൽ പുറത്ത് സ്പൈനിനോട് ചാരിയിട്ട് കത്തിൻ്റെ വലുപ്പമൊക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ നീളത്തിലൊരു പീസ് സെയ്ഫ് അലി ഖാൻ്റെ പുറത്തുനിന്ന് ഡോക്ടർമാർ എടുത്തിട്ടുണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട്. ഇത്രയും നീളത്തിലൊരു പീസ് ഊരേൻ്റെ ബാക്കിലിരുന്ന ഒരാൾ കുത്ത് കിട്ടി. അതും 6 കുത്തായിരുന്നു, പിന്നെ അത് 5 കുത്തായി. ഇപ്പോൾ കുത്ത് കിട്ടി, ഇത്ര വലിയ കത്തീൻ്റെ പീസാണ്, ബാക്കിൽ സ്പൈനലിനെ അടുപ്പിച്ചാണ് ഇത് പോയത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഇത്ര കൂളായിട്ട് മാസമായിട്ട് നടന്നു വരുമോ എന്നുള്ള ചോദ്യങ്ങൾ മീഡിയ ചോദിക്കുന്നു. ഇതൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ടൈമിലാണ് ചോദ്യത്തിന് ഫ്യൂൽ ചെയ്യുന്ന പോലെ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത്. ലീലാവതി ഹോസ്പിറ്റലിൽ പുറത്ത് വിട്ട മെഡിക്കൽ റിപ്പോർട്ടിനകത്താണ് കുറേ കൺഫ്യൂഷൻസ് പിന്നെ കിടക്കുന്നത്. ഒന്ന് സമയം 2:30 പുലർച്ചയ്ക്കാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതെന്നാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. പക്ഷേ 4:10 സെയ്ഫ് അലി ഖാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, 2:30 അവിടെ കത്തിക്കുത്തും പരിപാടികളും നടക്കുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസിഡൻസ് ഉണ്ടാവാം. അതിനുശേഷം വീണ്ടും ഇത്ര സമയം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ, അതും 2 കിലോമീറ്റർ മാത്രം കാറിലോ ഓട്ടോയിലോ ഒരു 10 മിനിറ്റ് ദൂരം മാത്രം അപ്പുറത്തുള്ള ലീലാവതി ഹോസ്പിറ്റലിലേക്ക് എന്തുകൊണ്ട് ഇത്ര സമയമെടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ വൂണ്ട്, മേത്തുള്ള മുറിവുകളിലും ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഒപ്പം വന്നത് ആദ്യം മകൻ തൈമൂറാണെന്ന് പറയുന്നു, പിന്നെ അതല്ല സുഹൃത്താണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻസിനകത്ത് ഉള്ളത്. അഫ്സർ സൈദി. ഈ അഫ്സർ സൈദീനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനിലാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. ഇനി ഇതിനിടയിൽ കൺഫ്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസ് ദൃശ്യത്തിലുള്ളത് എൻ്റെ മകനല്ല, പ്രതിയുടെ അച്ഛൻ പറഞ്ഞതാണ്. അവൻ ബംഗ്ലാദേശ് വിട്ടത് ഷെയ്ഖ് ഹസീനയുടെ പീഡനത്താൽ, ഷെറീഫുള്ളിൻ്റെ പിതാവ്. അപ്പം ആകെ മൊത്തം ഇത് തല തിരിഞ്ഞു. കേസ് മൊത്തം ടേൺ അടിച്ചൊരവസ്ഥയായി. ആദ്യം നമുക്ക് ആ കേസ് വന്ന ദിവസത്തെ ബ്രേക്കിങ്ങിലേക്ക് പോവാം. ആണ് മോഷ്ടാക്കൾ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത്. എത്ര പേർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സെയ്ഫ് അലി ഖാന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. 6 പരിക്കുകൾ ശരീരത്തിലുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതിൽ 2 ആഴത്തിലുള്ളതാണ്, 1 നട്ടലിനോട് ചേർന്നുമാണ്. രാത്രി തന്നെ ഈ 2:30യോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. 3 മണിയോടെ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചതാണ്. അതിനുശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ വിവരത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, മോഷ്ടാക്കൾ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവർ ഈ ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. ബാന്ദ്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് മോഷ്ടാക്കൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. എന്താണെങ്കിലും പോലീസുകാർ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയി. 2-3 ദിവസം കൊണ്ട് ഇവർ ആദ്യം സംഘങ്ങൾ എന്ന് വിചാരിച്ചു, പിന്നെ മനസ്സിലായി ഒറ്റ ഒരാളാണെന്നുള്ളത്. ഈ വ്യക്തിയെ ട്രാക്ക് ഡൗൺ ചെയ്തതിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ പോലീസ് പറയുന്നുണ്ട്. ജനുവരി 16 സെയ്ഫ് അലി ഖാൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം VIP ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റ്, അത്ര സെക്യൂരിറ്റിയെ കാണൂ, അല്ലെങ്കിൽ CCTV ക്യാമറ കാണില്ലേ. ഇയാൾ എത്ര ഈസി ആയിട്ടാണ് കോമ്പൗണ്ട് വാൾ ചാടി, ബാക്കിലെ മറ്റേ ഫയർ എക്സിറ്റ് വാൾ അങ്ങനെ ആ വഴി പോയി, മുകളിലേക്ക് ചെല്ലും തോറും ഇയാൾ ഡെക്റ്റ് വഴി കയറി ബാത്റൂമിലേക്ക് ഇറങ്ങി. അത് മകൻ്റെ റൂമിൻ്റെ ബാത്റൂമായിരുന്നു. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് നൗ. ഓക്കെ, ആദ്യം കരീന കപൂർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പിന്നെ കരീന കപൂർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേൾക്കുന്നു, പിന്നെയും കരീന കപൂർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പാർട്ടിക്ക് പോയി വന്ന് കരീന കപൂർ എന്ന് പറയുന്നു. അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഓക്കെ, ഈ സെയ്ഫ് അലി ഖാൻ്റെ മകനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഒരു മലയാളി ചേച്ചിയാണ്. സോ അവരവിടെ ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസും ഇതിനെ ചുറ്റിപ്പറ്റി കേട്ടുകൊണ്ട് ഇപ്പം ഇരിക്കുന്നുണ്ട്. ഓക്കെ, കറൻ്റ്ലി. അപ്പം ഇപ്പം എനിക്ക് പേഴ്സണലി ഞാൻ ഇതിലൂടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ മീഡിയയിലും പറയുന്ന കാര്യമാണ് കത്തി, പിന്നെ ഈ
പ്രതിയുടെ ഫോട്ടോയിൽ വരുന്ന ഡിഫറൻസുകൾ, പിന്നെ ഒരു ഡമ്മി പ്രതിയെ ആണോ കൊണ്ടുവന്നത്, പിന്നെ 1500 കോടിയുടെ ഇവരുടെ ഒരു പ്രോപ്പർട്ടി, ഓക്കെ, ആ പ്രോപ്പർട്ടി സർക്കാർ കണ്ടുകെട്ടുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മീഡിയാസിലെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ. പക്ഷെ ഞാനിവിടെ അതല്ലാതെ വേറൊരു സംഗതി ഇങ്ങനെ പിന്നാലെ ഞാനൊന്ന് പോയി നോക്കി. ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പി ആർ വർക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ. സോ നമുക്കിവിടെ എനിമി പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സെയ്ഫ് അലി ഖാൻ്റെ ഈ പറഞ്ഞ കുത്ത് കിട്ടിയ നാടകമോ അതൊക്കെ നമുക്ക് ഓക്കെ ഫൈൻ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നാടകമാണെങ്കിൽ ഈ നാടകത്തിലേക്ക് ആരിവരെ എത്തിച്ചു, അല്ലെങ്കിൽ ഈ നാടകം എന്തിനിവർ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അവിടെയാണ് ഈ ഹോസ്പിറ്റൽ പുറത്തുവിട്ട രേഖകളിൽ മകന് പകരം അവർ വെച്ചിട്ടുള്ള ഈ ഒരു പേര് കടന്നു വരുന്നത്. സെയ്ഫ് അലി ഖാൻ്റെ ഏറ്റവും അടുത്ത ബിസിനസ് പാർട്ട്ണറും, സെയ്ഫ് അലി ഖാൻ മാത്രമല്ല ബോളിവുഡിലെ ഒരുപാട് വലിയ വലിയ താരങ്ങളുടെ പ്രൊഫൈലടക്കം മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് അഫ്സർ സൈദി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി. ഈ അഫ്സർ സൈദി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അഫ്സർ സൈദി മാനേജ് ചെയ്യുന്നത് ഒരു പി ആർ കമ്പനിയാണ്. ഓക്കെ, മീഡിയ പി ആർ കമ്പനിയാണ് ഈ അഫ്സർ സൈദി മാനേജ് ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. സെയ്ഫ് അലി ഖാൻ അപ്പാരൽസിൻ്റെ കോ ഫൗണ്ടറാണ്. സെയ്ഫ് അലി ഖാൻ്റെ മാത്രമല്ല, എക്സീഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ എൻ്റർടൈൻമെൻറ്റ് കമ്പനി മാനേജ് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റിനകത്ത് ഋത്തിക് റോഷൻ, സെയ്ഫ് അലി ഖാൻ, പ്രിയങ്ക ചോപ്ര, സോനാക്ഷി സിൻഹ, അങ്ങനെ വലിയ അജയ് ദേവഗൻ, കജോള്, ഷാഹിദ് കപൂർ, അർജുൻ റാംപാൽ, വലിയ ലിസ്റ്റാണ്. ഇമ്രാൻ ഹാഷ്മി, ടോപ്പ് എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇത് 2005 തുടങ്ങിയ ഒരു ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് ഏജൻസിയാണ് അഫ്സർ സൈദിയുടെ. ഈ അഫ്സർ സൈദി ഇവരുടെ കമ്പനി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇത് ഞാനിവിടെ ലിസ്റ്റുകൾ കൊടുക്കാം. ഈ മിനി ബയോ ആണ് ഇയാളുടെ കമ്പനീനെ കുറിച്ചിട്ട്. ഫിലിം കാസ്റ്റിംഗ്, കോൺസെപ്റ്റ് പാക്കേജിംഗ്, സിൻഡിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ, ഫിലിം മാർക്കറ്റിംഗ്, ലൈവ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റി, ലൈസൻസിങ്, മെർച്ചൻഡൈസിങ്, ഇൻഫ്ലുവൻസർ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പ്രോപ്പർ പി ആർ കമ്പനി. അപ്പം ഈ അഫ്സർ സൈദി എന്ന് പറഞ്ഞ വ്യക്തി സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും മകൻ തൈമൂർ, 8 വയസ്സുകാരനായ തൈമൂറാണ് ഓട്ടോറിക്ഷയിൽ സെയ്ഫ് അലി ഖാനെ കൊണ്ടുപോയത് എന്നും ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തൈമൂറിന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫാമിലി അഫ്സർ സൈദിയെ വിളിച്ചു വരുത്തി എന്നുള്ളതുമാണ് ഫാമിലിയുടെ, സെയ്ഫ് അലി ഖാൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കാം. ഇപ്പോൾ ബോച്ചെ ഹണി റോസ് വന്നപ്പോഴും ഞാൻ ഈ ഒരു കാര്യം ചിന്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊമോഷനാണോ, സിനിമ പ്രൊമോഷൻ. അപ്പോൾ ബോളിവുഡിൽ പ്രൊമോഷൻ ഒട്ടും കമ്മിയില്ല. പ്രൊമോഷൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ അവർ ചെല്ലും. ഓക്കെ, അവിടുത്തെ നടന്മാരും നടിമാരും അവിടുത്തെ സിനിമാക്കാരൊക്കെ ആ ഒരു സാധനത്തിൽ അഗ്രഗണ്യന്മാരാണ്. ഈ അഫ്സർ ഫൈസീൻ്റെ പേര് ഇൻക്ലൂഡഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് സെയ്ഫ് അലി ഖാൻ്റെ അടുത്ത സിനിമയാണ്. സെയ്ഫ് അലി ഖാൻ്റെ അടുത്ത സിനിമ എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജ്വൽ തീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് സെയ്ഫ് അലി ഖാൻ്റെ അടുത്ത പ്രൊജക്റ്റ്. ഓക്കെ, ജ്വൽ തീഫ്. ഈ ഒരു പടം, ഓക്കെ, ജ്വൽ തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ജ്വൽ തീഫ് എന്ന് പറഞ്ഞ സിനിമ ഒരു സെയ്ഫ് അലി ഖാൻ ചെയ്യുന്ന ക്യാരക്ടറും പിന്നെ ജയ്ദീപ് ഹ്ലാവത്ത്, നമ്മുടെ കമാൻഡോ സിനിമയിലെ കണ്ണ് വെളുപ്പിച്ചിട്ടുള്ള വില്ലൻ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. ബാറ്റിൽ ബിറ്റ്വീൻ സെയ്ഫ് അലി ഖാൻസ് ക്യാരക്ടർ ആൻഡ് ജയ്ദീപ് അൽഹാവത്ത്സ് ക്യാരക്ടർ, ജ്വൽ തീഫ്. ഇനി ഇതെങ്ങനെ ഈ ഇൻസിഡൻറ്റുമായിട്ട് നമുക്കൊരു കണക്ട് ചെയ്ത് വായിക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വേർഷനിൽ പറയാം. ഇതിൽ കരീന കപൂർ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത്, ഓക്കെ, ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത്, ഈ കത്തിക്കുത്ത് വിഷയം വീട്ടിലുണ്ടായ സമയത്ത് പോലീസുകാർക്ക് മൊഴി കൊടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പാർട്ടി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇവരുടെ ഈ ജ്വല്ല് മൊത്തം അടുത്തിരിക്കുന്ന ഒരു ബോക്സിലേക്ക് മാറ്റി വെച്ചു. ഓക്കെ, ഈ ബോക്സ് ഓപ്പൺ ആയിട്ടിരിക്കുകയായിരുന്നു ആ റൂമിനകത്ത് എന്നും ഈ വന്ന് കയറിയ ഈ കത്തിക്കുത്ത് പ്രതി ഈ വ്യക്തി എന്ത് ചെയ്തു,
ഈ ജ്വല്ലോ, അതായത് വന്ന് കയറിയ വ്യക്തി സെയ്ഫ് അലി ഖാൻ്റെ മകൻ്റെ റൂമിൽ വന്ന് മകനെ ത്രട്ടൻ ചെയ്ത് മകനെ കാണിച്ച് 1 കോടി രൂപ ചോദിച്ചു എന്നുള്ളതാണ് ഫാമിലി, കരീന കപൂർ അടക്കമുള്ളവരുടെ വേർഷൻ. ഇന്ന് സെയ്ഫ് അലി ഖാൻ പോയിട്ട് മൊഴി കൊടുത്തപ്പോൾ അത് 7 കോടി, 1 കോടി എന്നുള്ളത് 7 കോടിയായി മാറി. ഓക്കെ, അത് വേറൊരു വേരിയേഷനാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, 1 കോടി പൈസ മാത്രം ആലോചിച്ച് ഒരു ബിൽഡിങ്ങിൻ്റെ, നിങ്ങൾ ആലോചിക്കണം, VIP ഉള്ളൊരു ബിൽഡിങ്ങിൽ ഒരാൾ കയറുന്ന സമയത്ത് 10 നില 11 നിലയുള്ള ബിൽഡിങ്ങിൽ VIP കളാണ്, അതിൽ ഏത് നിലയിൽ പോയാലും ഒരു VIPൻ്റെ റൂമാണ്. സെയ്ഫ് അലി ഖാൻ്റെത് 10ാമത്തെ നിലയിലേക്ക് തന്നെ ഇവൻ ചാടി കയറി ഡക്റ്റ് വഴി പോയി ബാത്റൂം വഴി ഇറങ്ങണം. അത് അവന് ഫസ്റ്റ് ഫ്ലോറിലുള്ള VIPൻ്റെ വീട്ടിലും കയറിക്കൂടെ? സോ ഇവിടെയൊക്കെയാണ് കൺഫ്യൂഷൻസ് ഉള്ളത്. ഇത് എന്തിന് സെയ്ഫ് അലി ഖാൻ്റെ ആ ഫ്ലാറ്റിൽ തന്നെ പോയി, ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ എന്തിന് കയറി? CCTV എങ്ങനെ അവൻ ഡോഡ്ജ് ചെയ്ത് പോയി? ഇവൻ എങ്ങനെ അതിലൊരു ക്യാമഫ്ലാജും അതിന് മുഖം മറച്ച് പോകാൻ പറ്റി? ഇറങ്ങി വരുമ്പോൾ മാത്രം ഒരു ക്യാമറയിൽ കൃത്യമായിട്ട് വാണ്ടഡ്ലി ക്യാമറയ്ക്ക് നോക്കുന്ന മാതിരിയുള്ളൊരു വിഷൻ ഇവൻ എന്തിനു കൊടുത്തു? മനസ്സിലായോ? അപ്പോൾ ഈ സംഗതികളൊക്കെ ഡൗട്ട്ഫുള്ളാണ്. അതായത് കയറിയ വഴി പിന്നുകൂടി മറ്റേ ഫയർ എക്സിറ്റ് വഴി ഡക്റ്റിലൂടെ പോയ അവൻ തിരിച്ച് നോർമലി ഇവർ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെയർ വഴി ഇറങ്ങി പോകുന്നു. അപ്പോൾ ആ വഴി അവൻ അറിയൂ? ആ വഴി പോകുന്ന വഴിക്ക് സെക്യൂരിറ്റി കണ്ടില്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വീണ്ടും ജ്വൽ ബോക്സിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോവാണ്. ഇവിടെ കരീന കപൂറിൻ്റെ മൊഴിയിൽ പറയുന്നത് കൃത്യമായിട്ട് കരീന കപൂറിൻ്റെ ജ്വൽ ബോക്സ് വെച്ച സ്ഥലത്തോ അല്ലെങ്കിൽ ജ്വൽ ബോക്സ് ഇരുന്നതിലേക്കോ ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു നോട്ടം പോലും ചെന്നില്ല. പൈസ മാത്രം ആലോചിച്ച് ആ വീട്ടിലേക്ക് കയറിയ ഈ കള്ളൻ എന്തുകൊണ്ട് കരീന കപൂറിൻ്റെ ഇത്രയും വിലപിടിപ്പുള്ള ജ്വല്ലറി പോകുന്ന വഴിക്ക് എടുത്തിട്ട് പോയില്ല, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തില്ല? പൈസ മാത്രം ഡിമാൻഡ് ചെയ്തു, സെയ്ഫ് അലി ഖാനെ കുത്തിയിട്ട് പോയി. എന്തുകൊണ്ട് ജ്വല്ലറിയിലേക്ക് ഇയാളത് പോയില്ല? ഇനിയിപ്പോൾ സിനിമ ഇറങ്ങണം, സിനിമേൻ്റെ കഥ എന്താണെന്ന് നമുക്കറിയില്ല. മേ ബി സിനിമേൻ്റെ കഥ ജ്വൽ തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. ജ്വല്ലറി കക്കാൻ കയറുന്ന ഒരു കള്ളൻ വീട്ടിലേക്ക് കയറുന്നു, വീട്ടിലെ ആളെ കുത്തുന്നു, പിന്നെ റിവെഞ്ച് എടുക്കാൻ ഈ സെയ്ഫ് അലി ഖാൻ്റെ ക്യാരക്ടർ പോകുന്ന മാതിരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കളി മാറും മക്കളെ. അല്ലെങ്കിൽ ഇതിൽ വേറൊരു കോൺസ്പിറസി വരാനുള്ളത്, ഈ 1500 കോടി രൂപയുടെ സ്വത്ത്, ഈ പ്രശ്നങ്ങൾ അപ്പുറത്തൊരു സൈഡിൽ നടക്കുമ്പോൾ അതിലേക്ക് ജനങ്ങളുടെയോ ബാക്കി മീഡിയാസിൻ്റെയോ കോൺസെൻട്രേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മേ ബി ചെയ്തതായിരിക്കാം. ഇല്ലെങ്കിൽ ഒരു വേർഷൻ പറയുന്നത്, ഈ പറയുന്ന ഇല്ലീഗൽ ആയിട്ട് വന്ന ഒരാൾ, ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാൾ, അയാളുടെ തലയിലേക്ക് ഈ എൻറ്റയർ സാധനം കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അത് പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ലല്ലേ. കാരണം അയാൾക്ക് ഡോക്യുമെൻ്റ് ഇല്ലാതെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളാണ്. കുറേ കാലമായിട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ് ഇതേപോലെ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ലാതെ ആ രാജ്യത്തു നിന്ന് വന്നിട്ട് ഇവിടെ ക്രൈം നടത്തി പോകുന്ന ആളുകൾ. മേ ബി അത് ആയിക്കൂടെ എന്നുള്ള പല 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 തിയറീസാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു തിയറിയാണ് പറഞ്ഞത്. കാരണം വരാൻ പോകുന്നൊരു സിനിമയുടെ ഒരു PR വർക്ക് ആയിക്കൂടെ ഇത്? മനസ്സിലായി? ഒരു മാസ് പരിവേഷം ആർക്ക് കിട്ടുന്നുണ്ട്? സെയ്ഫ് അലി ഖാൻ കിട്ടുന്നുണ്ട്. ഒരു സെൻറ്റിമെൻ്റൽ സാധനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സാധനം, റിയൽ ലൈഫിൽ മാത്രമല്ല റിയൽ ലൈഫിന് ഹീറോ എന്നുള്ള സാധനം കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഈ ജ്വല്ലറിയിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കരീന കപൂർ ജ്വല്ലറിയുടെ കാര്യം പറയുന്നു, ജ്വൽസ് അവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു, അതെടുത്തില്ല എന്ന് പറയുന്നു. സെയ്ഫ് അലി ഖാൻ്റെ അടുത്ത സിനിമ ജ്വൽ തെഫ്റ്റ്, സഹായിക്കാൻ വന്നത് ദ മെയിൻ PR മാൻ ഓഫ് ബോളിവുഡ്. അങ്ങനത്തെ. പിന്നെ ഈ മാത്രമല്ല, ഈ വന്നവൻ ഇപ്പം സ്ഥലത്തില്ല. എക്സീഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഈ ചെങ്ങാതീനെ ഇപ്പം മീഡിയക്കാർ മഷിട്ട് തപ്പിയിട്ടും കിട്ടിയിട്ടില്ല. അയാളുടെ ഒരു ബൈറ്റ് എടുക്കാനോ അയാളുടെ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഹീ ഈസ് നോട്ട് ദെയർ ഇൻ ദ ടൗൺ എന്ന് പറഞ്ഞിട്ട് മീഡിയക്കാരെ മൊത്തം ടാറ്റ ബബ്ബൈ അടിച്ചിട്ട് വിടുകയാണ് ഇവർ ചെയ്തത്. സോ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. ഇനി ഈ പറഞ്ഞ വ്യക്തിനെ പിടിച്ച സമയത്ത്, കുത്തിയ ആളെ പിടിച്ച സമയത്ത് ഇത് എങ്ങനെ ആ പിടുത്തത്തിലേക്ക് പോലീസ് എത്തി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോലീസ് പറയുന്നുണ്ടെന്ന് പറയുന്നത്. അതിലേക്കൊന്ന് പോയി നോക്കണം. താരത്തിന്റെ വീട്ടിൽ CCTV പ്രവർത്തിക്കാത്തതിനാൽ ആകെയുള്ളത് 6ാം നിലയിൽ നിന്ന് ലഭിച്ച ഒരു ദൃശ്യം മാത്രമായിരുന്നു. ഈ ദൃശ്യത്തിലെ ആളുമായി സമാനതയുള്ള മഹാരാഷ്ട്രയിലെ മുഴുവൻ ക്രിമിനലുകളെയും പരിശോധിച്ചു മുംബൈ പോലീസ്. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഇതോടെ 300-ലധികം പോലീസുകാർ ബാന്ദ്രയിലെ ഈ വീടിന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള 1000-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപം വസ്ത്രം മാറി നീല വസ്ത്രത്തിൽ പോകുന്ന ഷെരീഫുൽ ഇസ്ലാമിനെ കണ്ടത്. 6ാമത്തെ നിലയിൽ നിന്ന് കണ്ട ദൃശ്യത്തിലും ഈ ദൃശ്യത്തിലും പുറകിലെ ബാഗായിരുന്നു സമാനത. ഇത് കേസിൽ വലിത്തിരിവായി. നടത്തിയ അന്വേഷണത്തിൽ
സംസാരിച്ച ആരോടെന്ന് പോലീസ് വ്യക്തമായി തുടർന്ന് ഇത്തരത്തിൽ ഒരേ ബ്രാൻഡിലുള്ള ബാഗ് പുറകിൽ തൂക്കി നടക്കുന്ന ആളുകളെ കുറിച്ചായി അന്വേഷണം. അണ്ടേരി DN നഗറിൽ ഇത്തരത്തിലൊരാൾ ബൈക്കുകാരനുമായി സംസാരിക്കുന്നത് കണ്ടെത്തി. ബൈക്കിന്റെ നമ്പർ മനസ്സിലാക്കി അയാളോട് ചോദിച്ച് പ്രതിയുടെ രൂപം കൃത്യമായും പോലീസ് മനസ്സിലാക്കി. ഇതിനിടയിലാണ് ഇതേയാൾ ഇതിനടുത്ത കടയിൽ കയറി ആലുപൊറോട്ട വാങ്ങുന്ന ദൃശ്യം കണ്ടത്. അവിടെ എത്തി UPI പേയ്മെന്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചതോടെ ഫോട്ടോ ലഭിച്ചു. പ്രതി അവിടുത്തെ മുൻ ജീവനക്കാരനായതുകൊണ്ട് ഉടമയിൽ നിന്നും കൂടുതൽ വിവരങ്ങളും. അപ്പോഴേക്കും ഇതേ ബാഗുള്ളയാൾ ഹെഡ്ഫോൺ വാങ്ങുന്നതും അതിന് UPI പേയ്മെന്റ് നടത്തുന്നതുമായ ദൃശ്യങ്ങൾ ദാദറിൽ നിന്നും ലഭിച്ചിരുന്നു. ദൃശ്യങ്ങളിൽ ഇയാൾ ആരോടോ ഫോൺ ചെയ്ത ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംസാരിച്ച ആരോടെന്ന് പോലീസ് വ്യക്തമായും മനസ്സിലാക്കി. സംസാരിച്ചുകൊണ്ടിരുന്നത് തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന ഒരു കരാറുകാരനോടാണെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. ഇയാളെ കണ്ടെത്തി ചോദിച്ചപ്പോൾ പ്രതിയെ താനയിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി. പിന്നീട് താനയിലെത്തി പോലീസ് പ്രതിയെ പൂട്ടി. 1 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. അപ്പൊ ഈ പ്രതിയുടെ ബാഗ് ഒരു കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു എന്ന് ഉറപ്പുള്ളൊരു വ്യക്തി, ശരി, സെയ്ഫ് അലി ഖാനും കരീന കപൂറിനും അറിയാത്തവരുണ്ടാവും എന്നുള്ള ഡൗട്ട് വേറെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബംഗ്ലാദേശി ആയതുകൊണ്ട്, ബംഗാൾ സ്വദേശി ആയതുകൊണ്ട് ഇപ്പം അറിയാൻ പാടില്ലേ ബംഗ്ലാദേശിലുള്ളവർക്ക്. ഇപ്പോൾ അതങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ ബംഗ്ലാദേശുകാരനാണ്, എനിക്ക് സെയ്ഫ് അലി ഖാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. പക്ഷെ അങ്ങനെ അറിയാതിരിക്കാനുള്ളൊരു വഴി ഞാൻ കാണുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ ഒരു മേജർ ഒരു കുത്തി, അത് ഒന്നല്ല 6ഉം 5ഉം കുത്തി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വ്യക്തി അയാൾ ഉപയോഗിച്ച ഡ്രസ്സ് അടക്കം, ആക്ച്വലി പോലീസ് പറയുന്നൊരു വേർഷൻ വെച്ചിട്ടാണെങ്കിൽ ഇയാൾ പുറത്തിറങ്ങി ഡ്രസ്സ് മാറി ഫുഡൊക്കെ കഴിച്ചു സുഖമായിട്ട് ചുറ്റിത്തിരിഞ്ഞു ഈ ഇൻസിഡൻറ്റിന് ശേഷം എന്നാണ് പറയുന്നത് പോലീസുകാർ. അങ്ങനെയാണെങ്കിൽ എന്താണെങ്കിലും ഇയാൾ കോണി ഇറങ്ങി വരുന്ന വഴിക്ക് CCTVക്ക് നോക്കുന്നുണ്ട്. CCTVയിൽ ഇയാളെ മുഖം പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ഒഴിവാക്കാതിരിക്കും ഇയാൾ. ഇത്രയും ക്രൈം ചെയ്തിട്ട് തിരിച്ചിറങ്ങി ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിച്ച് അതിലൂടെ ചുറ്റി നടന്ന് കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരാൾ ഓബിയസ്ലി CCTVയിൽ അയാളുടെ ബാഗ് കുടുങ്ങും എന്നുള്ളത് അയാൾക്ക് അറിയുമായിരിക്കണമല്ലോ. അയാൾ ഒരിക്കലും ആ ബാഗ് എന്ത് ചെയ്യില്ല, ഒഴിവാക്കാതെ ഇരിക്കില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. സോ ഇത് പോലീസിന് എന്നെ പിടിച്ചോ എന്നുള്ള രീതിയിൽ ബാഗ് അടക്കം കാണിച്ച് എൻറ്റയർ സിറ്റി CCTV ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവനെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഇത്രയും ചെയ്യുന്ന ഒരാൾ, അതായത് ആ ഒരു വീട്ടിലേക്ക് സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയ സമയത്ത് ചെരുപ്പോ ഷൂസോ ഇടാതെ പോയൊരാൾ, ഇത്രയും പ്രിസൈസ് ആയിട്ടാണ് അയാൾ കയറി ചെന്നിട്ടുള്ളത്. മൊബൈൽ അയാൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം ആ സമയത്ത് മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ടവർ ലൊക്കേഷനിലുള്ള ഇവരല്ലാത്ത വേറൊരു നമ്പർ ട്രാക്ക് ഡൗൺ ആവും. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ചില്ല, ചെരുപ്പിട്ടില്ല, ഷൂസ് ഇട്ടില്ല എന്നൊക്കെ ബുദ്ധിയുള്ള ഒരാൾ പിന്നെ എപ്പോഴെങ്കിലും ആ മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ട് വേറൊരാളെ കോൾ ചെയ്യുമോ, UPI പേയ്മെൻറ്റ് നടത്തുമോ? അടിമുടി ഒരു നാടകം ഫീലിംഗ് ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നില്ലേ? അതായത് ചിലപ്പോൾ ഒരാളുടെ ഇമേജ് ഡൗൺ ആയി കിടക്കുന്നത് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹീറോയിക് ഇമേജിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വരുന്ന സിനിമകൾക്ക് ഒരു മൈലേജ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലൂക്ക് ന്യൂസ് PR വർക്ക് വഴി അടിച്ച് കയറ്റി വിട്ട് ഇങ്ങനത്തെ ഒരു ഫേക്ക് സാധനം ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ അന്ന് സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെ എന്നുള്ള ഒരു കൊട്ടേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ ഒന്നും ലൈഫ് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവനായിരിക്കില്ല പ്രതി, ഇവനായിരിക്കോ ഇല്ല എന്നുള്ളത് കൺഫ്യൂഷനാണ്. ബിക്കോസ് ഇവൻ്റെ ഹാൻഡ് റെയിൽ ഇവൻ ഇറങ്ങി വരുന്ന സമയത്ത് പിടിച്ച ഇവൻ്റെ ഫിംഗർ പ്രിൻറ്റും വീട്ടിനകത്ത് നിന്ന് ഇവൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ മാച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ മാച്ച് ചെയ്യാൻ കൊടുത്ത സാധനങ്ങൾ ഇനിയിപ്പോൾ പുറത്ത് റിസൾട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രതിയുടെ കാര്യത്തിലേക്ക് ഒരു മെയിൻ ഇത് പറയാൻ പറ്റൂ. അതുവരെ അവൻ കസ്റ്റഡിയിലിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതിനിടയിൽ ഇവനല്ല പ്രതി, എൻ്റെ മകനല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഇയാളുടെ അച്ഛൻ വന്നിട്ടും കാര്യമില്ല, ആര് വന്നിട്ടും കാര്യമില്ല. പോലീസിന് ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ പ്രതിയിലേക്ക് എത്താനുള്ള എല്ലാ പരിപാടിയും നോക്കും. അതോ ഇനിയിപ്പോൾ ഡമ്മി ആക്കി പിടിച്ചതാണോ എന്നുള്ളതും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയണം. അതോ ഇനി ഇതൊരു PR സ്റ്റണ്ടിൻ്റെ ഭാഗം മാത്രമായിരുന്നോ ഈ പരിപാടി എന്നുള്ളത്. കാരണം ഭയങ്കരമായിട്ടുള്ള, ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല, ഇതിന് നമ്പർ ഓഫ് പ്രശ്നങ്ങളുണ്ട്. 4 മെയിൽ എന്താ പറയുക ഗാർഡുകളുണ്ടായിരുന്നു വീടിനകത്ത് തന്നെ എന്ന് പറയുന്നുണ്ട് സ്റ്റാഫായിട്ട്. അവരാരും ഈ സമയത്ത് ആക്ട് ചെയ്തില്ല എന്നുള്ളൊരു സംഗതി ഉണ്ട്. ഓക്കെ, പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ, അതായത് 4:11 ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ 4 മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വരെയും, അതായത് ഈ
30 മുതൽ അങ്ങോട്ടൊരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇതേ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗാർഡൻ പ്രമൈസിൽ ഇവന് ഒളിച്ചിരിക്കാൻ പറ്റിയ 1-2 മണിക്കൂർ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, പിന്നെ അത് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിലാകെ മൊത്തം ഒരു ദുരൂഹതയില്ലേ? ഉണ്ട്, എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഇതൊക്കെ തെളിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പിടുത്തവുമില്ല. കാരണം ടോട്ടൽ കൺഫ്യൂഷൻസ് ആണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നാഷണൽ മീഡിയാസ് എല്ലാവരും കൂടി ഇറങ്ങി ഒരു അന്വേഷണമൊക്കെ നടത്തി ഈ വിഷയത്തിൽ തക്കതായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ എന്തായാലും കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ കുറേ നേരമായിട്ടൊരു സാധനം അരിച്ച് പിടിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൊണ്ട് പ്ലേ ചെയ്യിച്ചിട്ട് പോവായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചതാണ്. അത് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ ഫോട്ടോ ആണ്, ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന CCTVയിൽ പെട്ടവൻ തന്നെയാണോ ഈ പ്രതിയായിട്ട് ഇപ്പോൾ പിടിച്ചവൻ എന്നുള്ളൊരു മാസീവ് കൺഫ്യൂഷൻ എല്ലാവരിലേക്കും വന്നിട്ടുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പറഞ്ഞ സയൻറ്റിഫിക് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, ഈ ഫിംഗർ പ്രിൻറ്റും പരിപാടികളും സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് എന്താണെന്നുണ്ടെങ്കിലും മാറിപ്പോവും. ഓക്കെ, അതെന്തായാലും മാറിപ്പോകേണ്ടതാണ്. കാരണം ആ ഒരു കൺഫ്യൂഷൻ അത്രേ ആയസുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഗതി പോവും. പിന്നെ ഈ 1500 കോടിയുടെ ഇവരുടെ ഈ സ്വത്ത് കണ്ടുകെട്ടൽ പരിപാടി കേന്ദ്ര സർക്കാരുമായിട്ടുള്ള വല്ല വിഷയങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മേ ബി എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു അതിനൊരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തേക്ക് കയറി വരുന്നത്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗിമിക്ക് കാണിക്കാൻ സാധ്യത കുറവാണ്. അതും ഇതും തമ്മിലൊരു ലേനാദേന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു കേസും ഓൾറെഡി ഇവരെല്ലാവരും ഇത് പെറ്റീഷൻ കൊടുത്ത് ഒരു വട്ടം സ്റ്റേ ചെയ്യിച്ച പരിപാടി ആയതുകൊണ്ട് അതിലേക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ പാടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രതി എന്താണെങ്കിലും കസ്റ്റഡിയിലുണ്ട്. ഇനി പ്രതി ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്താനുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി പ്രതി ഇയാളല്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ സൈഫ് അലി ഖാനും ഫാമിലിയും പല കാര്യങ്ങളിലും ഉത്തരം പറയേണ്ടി വരും ചെയ്യും. കാരണം ഇൻവെസ്റ്റിഗേഷൻ ടീമും സെൻട്രൽ ഗവൺമെൻറ്റും ഒന്നും വെറുതെ ഇരിക്കുമെന്നും തോന്നുന്നില്ല. ഒരു പ്രൊമോഷണൽ ഗിമിക്കാണ്. കാരണം ഏറ്റവും വലിയ സീൻ ഈ വരവാണ്. 6 കുത്ത് അല്ലെങ്കിൽ 5 കുത്ത് കിട്ടിയ ഒരാൾ, സ്പൈനൽ കോഡിൻ്റെ ബാക്കിൽ ഇത്രയും പോകുന്നൊരു കത്തിയുടെ പീസ് ഓപ്പറേഷൻ ചെയ്തെടുത്ത ഒരാൾ, ഇയാൾ ഏലിയനോ ഇലുമിനാട്ടിയാവും ചിലപ്പോൾ ഇങ്ങനെ നടന്നു വരണമെന്നുണ്ടെങ്കിൽ. ഇവിടെ എങ്ങാണ്ട് കുറച്ച് സ്റ്റിച്ചിൻ്റെ പാടുകളുണ്ട്, കയ്യിനൊരു പൊട്ടുണ്ട്, വേറെ ഒന്നും ഇയാളെ മേത്തില്ല. സുഖമായിട്ട് നടക്കും. ബാക്കിൽ കുത്തിയ ആൾ ഒരു നടത്തത്തിൽ പോലും എവിടെയോ ഒരു പ്രശ്നം ഇയാൾക്കില്ല. എവിടെയെങ്കിലും ഒരു കംഫേർട്ട് ഇല്ലാത്ത രീതിയിലല്ല, വളരെ മറ്റേ സ്വാഗിലാണ് ഇങ്ങനെ നടക്കുന്നത്. മനുഷ്യൻ നല്ല എക്സ്പാൻഡ് ആരെങ്കിലും ആണ് മുറി കൂടാൻ വേണ്ടിയിട്ട്.